വിജി തമ്പി, വെൽക്കം ടു ചാറ്റ് റൂം. നമസ്കാരം. വിജി തമ്പി എന്നുള്ള പേരിൽ തന്നെ ഒരു ഡൗട്ട് അടിച്ചു. അത് ശരിക്കും ഒറിജിനൽ പേര് തന്നെയാണോ, അതോ ആ പേരിന്റെ പുറകിൽ ഒരു സ്റ്റോറി ഉണ്ടോ? എന്റെ യഥാർത്ഥ പേര് വേണുഗോപാലൻ തമ്പി എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണോ? അപ്പോൾ അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുന്ന കാലത്ത് വേണുഗോപാലൻ തമ്പി എന്ന് തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന സിനിമയാണ്. അതിൻ്റെ ആ സിനിമ സംഭവിക്കാൻ കാരണക്കാരൻ എൻ്റെ ഗുരുവും വഴികാട്ടിയും എല്ലാമായ ശ്രീ ബാലേന്ദ്ര മേനോനാണ്. പക്ഷേ എന്നിട്ട് ആ സിനിമ സമയത്ത് സിനിമ കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു വേണുഗോപാലൻ തമ്പി എന്ന് വയ്ക്കുമ്പോൾ ഒന്നാമത് ഒരുപാട് നീണ്ടുപോകുന്നു. എനിക്കന്ന് 23 വയസ്സ് കഴിഞ്ഞ് 24ാമത്തെ വയസ്സാകുന്നേ ഉള്ളൂ. ഇത്രയും ചെറുപ്പമായ ഒരാൾ ഡയറക്ടറാകുമ്പോൾ വേണുഗോപാലൻ തമ്പി എന്ന് കേൾക്കുമ്പോൾ അതൊരു വയസ്സനാണെന്ന് തോന്നും. പിന്നെ തമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇതില്ല, ഒരുപാട് പേരുണ്ട്. വേണു എന്ന് വെച്ചാലും പല ആൾക്കാരുണ്ട്. അപ്പം നമുക്കതിനൊന്ന് മാറ്റാം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് വേണുഗോപാലൻ തമ്പി എന്നുള്ള VG എടുത്തിട്ട് VG തമ്പിയാക്കി. അപ്പോൾ VG തമ്പി എന്ന് വെച്ചാലും പ്രായമുള്ള ഒരാളായിട്ട് തോന്നുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് വിജിയാക്കിയത്. അങ്ങനെയാണ് വിജി തമ്പി ആയത്. പക്ഷേ പലപ്പോഴും അതിന് ശേഷം ഈ വിജി തമ്പി പെണ്ണാണോ എന്ന് വിചാരിച്ച ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്ര മേനോൻ്റെ ഒപ്പം തന്നെ മുരളി, അശോകൻ, ലിസി, കാർത്തിക, ഇനി ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ വിജി തമ്പി ഉണ്ട്. പക്ഷെ താങ്കൾ ബിഗിനറാണ് ആ സമയത്ത്. രവീന്ദ്ര മാഷുണ്ട്, സന്തോഷ് ശിവനും എനിക്ക് തോന്നുന്നു അന്നേരം ബിഗിനറാണ്. പക്ഷെ ഇതുപോലെ ഭയങ്കര ഒരു സ്റ്റാർ കാസ്റ്റ് മൂവിയായിരുന്നു ഫസ്റ്റ് ചെയ്തതല്ലേ? അല്ല, അതിൽ 3 ഡേവിഡ്മാരുടെ കഥയായിരുന്നു. ആ 3 ഡേവിഡ്മാരായിട്ട് ഒരു ഡേവിഡായിട്ട് ബാലേന്ദ്ര മേനോനും, ഒരു ഡേവിഡായിട്ട് മുരളിയും, ഒരു ഡേവിഡായിട്ട് അശോകനുമാണ് ചെയ്തത്. അങ്ങനെ 3 ഡേവിഡ്മാരുടെ കഥയാണ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. പിന്നെ അതിൽ 3 നായികമാരുണ്ടായിരുന്നു. സുമലതയായിരുന്നു പ്രധാന റോൾ ചെയ്തത്. അതോടൊപ്പം കാർത്തികയും പിന്നെ ലിസിയും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കാർത്തിക അഭിനയിച്ച അവസാനത്തെ ചിത്രമാണ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. കാര്യം കാർത്തിക അഭിനയം നിർത്തിയതിനു ശേഷമാണ് ഈ ചിത്രം തുടങ്ങുന്നത്. അപ്പോൾ കാർത്തികയോട് ഞാൻ പറഞ്ഞു ഈ പടത്തിലൊരു ചെറിയ വേഷം ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ റിക്വസ്റ്റ് പ്രകാരം പുള്ളി അഭിനയം നിർത്തിയതാണ്, സ്റ്റോപ്പ് ചെയ്ത് കല്യാണം ഫിക്സ് ചെയ്തതാണ്. അതിന് ശേഷം വന്ന് അഭിനയിച്ചതാണ്. അതാണ് കാർത്തികയുടെ എനിക്ക് തോന്നുന്നു അഭിനയ ജീവിതത്തിലെ അവസാനത്തെ ചിത്രം. പിന്നെ ലിസി ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു. പിന്നെ ത്യാഗരായനാണ് അതിൽ മെയിൻ വില്ലൻ വേഷം ചെയ്തത്. അതോടൊപ്പം ഒരുപാട് നടന്മാർ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ സന്തോഷ് ശിവനൊക്കെ ആണെങ്കിൽ മലയാളികൾ ഒരുപാട് പ്രൗഡാക്കുന്ന, ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള, ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഛായാഗ്രാഹകനാണ്. അപ്പോൾ ആളുടെ ഇനീഷ്യൽ സ്റ്റേജസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരുമിച്ച്. എന്താണ് ഫസ്റ്റ് സിനിമയിലേക്കുള്ള മെമ്മറി? സന്തോഷ് അതിന് മുമ്പേ അതൊരു പടം ചെയ്തെങ്കിലും അത് തിയേറ്ററിൽ വന്നിട്ടില്ലായിരുന്നു. സന്തോഷ് ആ ഡേവിഡിന് വർക്ക് ചെയ്യാൻ വരുമ്പോൾ തികച്ചും പുതുമുഖമാണ് സന്തോഷ്. ഞാനും സന്തോഷമായിട്ട് നല്ലൊരു റാപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് എൻ്റെ 2-3 സിനിമകൾ സന്തോഷമാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയായിരുന്നു. അപ്പോൾ അതിന് വിഷ്വൽസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അത് ഞാനും സന്തോഷം ഡിസ്കസ് ചെയ്ത് സന്തോഷിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ എനിക്ക് അതിൽ കിട്ടി. ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ആ സിനിമ. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് സിനിമയിലൊരു സ്ഥാനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തുടക്കമായിരുന്നു ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. അതേപോലെ തന്നെ ഞാൻ ഈ തുടക്കകാലത്ത് ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കോംബോ ആണ് വിജി തമ്പി രഞ്ജിത്ത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മറുപുറം, കാലാൾപ്പട, അതൊക്കെ രഞ്ജിത്താണ് സ്റ്റോറി ചെയ്തിരിക്കുന്നത്. കുറേ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ എന്നല്ലേ, പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ഒരു കോംബോ കുറച്ച് കുറഞ്ഞു വരാൻ എന്താ ഒരു കാര്യം? അല്ല, രഞ്ജിത്ത് ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാലാൾപ്പട എന്ന സിനിമയാണ് രഞ്ജിത്ത് ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത്. പിന്നെ കുറച്ച് സിനിമകൾ എഴുതി. പിന്നെ രഞ്ജിത്ത് മറ്റു തിരക്കുകളിലേക്ക് പോയി, അയാൾ ഡയറക്ടറായിട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ച് പടങ്ങൾ ചെയ്യാൻ പറ്റാതായിപ്പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ ആദ്യത്തെ കുറേ പടങ്ങൾ രഞ്ജിത്താണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ഥിരം കാണുന്ന നായകവേഷത്തിൽ കാണുന്നവരല്ല, കുറേ കൂടി കൊമേഡിയൻ അല്ലെങ്കിൽ സഹനടൻ എന്നുള്ള സൈഡിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ആ സമയത്ത്. സിദ്ദിഖ്, ജഗദീഷ്, അവരെയൊക്കെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോയ്സ് എടുത്തത് ആ സമയത്തൊക്കെ? അപ്പോൾ അന്ന് ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഇപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സിദ്ദിഖും ജഗദീഷും ആദ്യമായിട്ടെന്ന് ഞാൻ പറയുമ്പോൾ മെയിൻ വേഷത്തിൽ അഭിനയിക്കുന്ന കുണുക്കുട്ട കോഴി എന്ന സിനിമയാണ്. ആ സിനിമയിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നത് ജയറാമിനെയും മുകേഷിനെയാണ്. പക്ഷേ അവരുടെ തിരക്ക് കാരണം അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ബഷീർ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഉടൻ ചെയ്യണം, ഇനി ലേറ്റാക്കാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്താണ് ഇൻ കരിയർ നഗർ എന്ന സിനിമ വന്ന സമയമാണ്. അതിലാണ് ഈ പറഞ്ഞ സിദ്ദിഖും അശോകനും അങ്ങനെയുള്ള ജഗദീഷും എല്ലാം ശ്രദ്ധിക്കപ്പെട്ടു വന്നു. എങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് ഹീറോ ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു സജഷനാണ്. അപ്പോൾ കല്ലു ഡെന്നീസാണ് എൻ്റെ തിരക്കഥ എഴുതിയത്. അപ്പോൾ കല്ലു ഡെന്നീസിനോടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഡെന്നീസും പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് ബഷീർക്കായിട്ട് സംസാരിക്കാം. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും വലിയ താല്പര്യമായി. അങ്ങനെയാണ് ആ സിനിമയിൽ സിദ്ദിഖും ജഗദീഷും നായകന്മാരായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ സിദ്ദിഖിൻ്റെ ഒപ്പം സിദ്ദിഖിനെ കട്ട വില്ലനായിട്ട് നമ്മുടെ
ബഡാദോസ്തിലാണെങ്കിലും അല്ലെങ്കിൽ സത്യമേവ ജയതയിലാണെങ്കിലും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സിദ്ദിഖ് ഞാനുമായിട്ട് നല്ലൊരു അടുപ്പമുണ്ട്. അത് ഞാൻ സിനിമയിലെ സംവിധായകനാകുന്നതിന് മുമ്പുള്ളൊരു അടുപ്പമാണ്. പക്ഷെ നമ്മൾ ചിലരുമായിട്ട് പെട്ടെന്ന് അടുക്കും നമ്മൾ. അത് ചിലപ്പോൾ ഒരു വലിയ സൗഹൃദത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ എൻ്റെ ആദ്യത്തെ സിനിമ വന്നപ്പോൾ അതിൽ യഥാർത്ഥ സിദ്ദിഖിന് വലിയ കാര്യമായ റോളൊന്നുമില്ല. ത്യാഗരായൻ എന്ന് പറയുന്നൊരു മെയിൻ വില്ലൻ്റെ കൂടെ വെറൊരു ഗൂണ്ടയായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ മാത്രമാണ് സിദ്ദിഖയിൽ. അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പടം ബിസിനസ് വന്നപ്പോൾ ഒരു കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോൾ വന്നു. കാലാൾപ്പടം വന്നപ്പോൾ അതിൽ വൺ ഓഫ് ദ ഹീറോ ആയി മാറി. അതിലൂടെ ഇപ്പോൾ എൻ്റെ സിനിമകളെടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു സിദ്ദിഖിൻ്റെ ഒരു വളർച്ച അതിനകത്ത് കാണാൻ കഴിയും. പിന്നെ സിദ്ദിഖിന് ഇടയ്ക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായി. അങ്ങനെ സിനിമയിൽ തന്നെ പുള്ളി അകന്നു നിൽക്കുന്നൊരു സമയം. അങ്ങനെയാണ് ആ സമയത്ത് ഞാനൊരു സീരിയൽ ചെയ്തു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് സിദ്ദിഖിനെ തിരിച്ചു കൊണ്ടുവന്ന് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചു. അതിനുശേഷമാണ് ഞാൻ സത്യമേവ ജയതേ എന്ന സിനിമ ആലോചിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാന വില്ലൻ ബാലുഭായി എന്ന് പറയുന്ന വില്ലൻ ആരെ വെക്കണം, സുരേഷ് ഗോപിക്കെതിരായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഒടുവിൽ അത് എൻ്റെ ഒരു സജഷനായിരുന്നു, സിദ്ദിഖിനെ വില്ലനാക്കാം. സിദ്ദിഖിന് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. സിദ്ദിഖ് പറഞ്ഞു എൻ്റെ രൂപം വെച്ചിട്ട് സുരേഷ് ഗോപിയെ പോലത്തെ രാജാനുബാഹുവായ ആളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അശു പോലെ ആയിപ്പോവും, അപ്പോൾ അത് ഏക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പെർഫോമൻസ് ആണല്ലോ കാര്യം. അങ്ങനെയാണ് സിദ്ദിഖ് ഒരു കൊടും വില്ലനായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. ബഡാദോസും പിന്നെ കുറച്ചുകൂടെ ഒരു ഹൈഡോസ് ആയിരുന്നു. തിരുത്തൽവാദിയിൽ ജഗദീഷിന് വേണ്ടി പാട്ട് പാടിയതും സിദ്ദിഖാന്ന് തോന്നുന്നു. അതെ അതെ, ഒരു ഹീറോയ്ക്ക് വേണ്ടി മറ്റൊരു ഹീറോ ശബ്ദം കൊടുക്കുന്നു എന്നുള്ള സിദ്ദിഖിനൊക്കെ വലിയ പേടിയായിരുന്നു. അപ്പം ചിത്രയും സിദ്ദിഖും കൂടിയാണ് പാടേണ്ടത്. ഇതൊരു ഡ്യുവറ്റാണ്, ഒരു സോളോ അല്ലത്. അപ്പം ചിത്രയുടെ കൂടെ പാടാൻ സിദ്ദിഖ് ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് കൈയും കാലും വിറയ്ക്കും, ചിത്ര പാടിയിട്ട് പോട്ടെ, ഞാൻ പിന്നെ പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ SP വെങ്കടേഷ് ആയിരുന്നു. അപ്പോൾ SP വെങ്കടേഷ് ഈ മ്യൂസിക് ചെയ്യുമ്പോൾ പുള്ളി ഒരു പ്രത്യേക ഒരു ആക്ഷനെ കാണിച്ചു. അതായത് പുള്ളി ഇടുന്ന മ്യൂസിക് നമ്മളെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സംതൃപ്തമാക്കാൻ വേണ്ടിയിട്ട് ചെറിയ നമ്പറൊക്കെ ഇടും പുള്ളി. അപ്പോൾ സിദ്ദിഖ് ഇതിനെ ഇമിറ്റേറ്റ് ചെയ്ത് കളിയാക്കുന്നത്. സിദ്ദിഖിനൊരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സിദ്ദിഖ് പാടാൻ കയറുന്നു, എത്ര പാടിയിട്ട് ശരിയാവുന്നില്ല. തലേദിവസം വരെ ഈ പാട്ട് പച്ചവെള്ളം പോലെ പാടിക്കൊണ്ട് നടന്ന ആളാണ്, പാടിയിട്ട് ശരിയാവുന്നില്ല. എത്ര ടേക്കായി, 3-4 അവസാന സിദ്ദിഖ് വിയർത്ത് വിളിച്ചിറങ്ങി വന്ന് പറഞ്ഞ്, തമ്പി എന്നെ ഒന്ന് ഒഴിവാക്കണം, എനിക്കിത് പാടാൻ പറ്റില്ല. അപ്പോൾ ഞാനുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട്, വെങ്കടേഷ് വേറെ സ്ഥലത്തിരിക്കുകയാണ്. അപ്പോൾ ഗിരീഷ് വിളിച്ച് സിദ്ദിഖിനോട് പറഞ്ഞു, സിദ്ദിഖേ, ഈ ഗുരുത്വദോഷമില്ലായ്മയാണ് ഇതിന് പറ്റിയത്. ആ പാവം വെങ്കടേഷിനെ നിങ്ങളിട്ട് കളിയാക്കുന്നില്ലായിരുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഒരു കാര്യം ഉറപ്പിക്കുക, ഇനി വെങ്കടേഷിനെ ഞാൻ ഒരിക്കലും കളിയാക്കില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് പോയി പാടി നോക്ക്, ശരിയാവുമെന്ന് പറഞ്ഞു. അതെന്താണെന്നറിയില്ല, നിമിത്തമായിരിക്കാം. അത് കഴിഞ്ഞ് സിദ്ദിഖ് പോയി പാടി ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി. അത് സിദ്ദിഖും പറയും പലപ്പോഴും. ഈ വിറ്റ്നസിനത് പാർവതിയാണല്ലോ നായിക. അപ്പോൾ ഈ ജയറാം പാർവതി കോമ്പോ ശരിക്കും റിയൽ ലൈഫിൽ അമ്മയുണ്ടോ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർ തമ്മിലൊരു അടുപ്പം തുടങ്ങുന്നത് വിറ്റ്നസിലാണ്. കാര്യം അപരനിൽ പാർവതി ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് ജയറാം മഞ്ചിലുള്ളത് അപരനിൽ പാർവതി അന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. പാർവതിയും ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറെ വർക്ക് ചെയ്ത വിവാഹിതരെ എന്ന സിനിമയിലൂടെയാണ് പാർവതി അഭിനയ രംഗത്തേക്ക് വരുന്നത്. പാർവതിയായിട്ട് നല്ല അടുപ്പമുണ്ട്. അപ്പം അവിടെ പത്മനാഭൻ സാറിൻ്റെ സെറ്റിൽ ജയറാം പാർവതിയെ ഒരു ഭയപ്പാടോടുകൂടി അകന്ന് നിൽക്കുകയാണ്, മറ്റു പ്രത്യേകിച്ച് പത്മനാഭൻ സാറിൻ്റെ സിനിമ. അപ്പോൾ എൻ്റെ സിനിമ വന്നപ്പോൾ കോമഡിയും ഹ്യൂമറും പല സംഭവങ്ങളും. എനിക്ക് തോന്നുന്നു അതിലൊരു തവളയെ പിടിച്ചുകൊണ്ടിരുന്ന സംഭവമുണ്ട്. പാർവതി അവർക്ക് ഈ കോളേജിലേക്ക് വേണ്ടി, അവർക്ക് ഈ ലാബിലേക്ക് വേണ്ടി തവള വേണമെന്നിട്ട് തവള ഇവർ പിടിച്ചുകൊണ്ട് വന്ന് തവള എന്നിട്ട് ഇത് തുറക്കുമ്പോഴത്തേക്കും തവള ചാടിപ്പോകുന്നു. അതാണ് അവരുടെ ആദ്യം എടുത്ത സീൻ. അപ്പോൾ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര ചിരിയും ബഹളമൊക്കെ ആയി. പിന്നെ അവർ തമ്മിലൊരു അടുപ്പം തുടങ്ങുന്നത് വിറ്റ്നസിലാണ്. പിന്നെ അവർ പല പടങ്ങളിൽ അഭിനയിച്ചു. പിന്നെ അതൊരു വിവാഹത്തിലേക്ക് എത്തി. ഓക്കെ, പുട്ടുറുമീസായിട്ട് മമ്മൂക്ക വരുന്ന ആ ഒരു ജേണി, ആ സിനിമയുടെ ജേണിയൊക്കെ എങ്ങനെയായിരുന്നു? ഈ മമ്മൂക്കയ്ക്ക് അന്നും ഇന്നൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ സിനിമയും അദ്ദേഹം കാണും. അന്ന് തിയേറ്ററിൽ പോയി കാണും. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ OTT അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും കാണുന്നത്. അപ്പം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിലെ ഡയറക്ടറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും അദ്ദേഹം. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ ഒരുപാട് ഡയറക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ വരുന്നത്. അപ്പോൾ എൻ്റെ വിറ്റ്നസ് കണ്ടിട്ടാവണം അദ്ദേഹം ഒരു പ്രൊഡ്യൂസറെ എൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അതായത് നന്ദകുമാർ, അദ്ദേഹത്തിൻ്റെ തനിയാവർത്തനം, മുദ്ര എന്ന 2 സിനിമകൾ ചെയ്ത നന്ദന ഫിലിംസ്. അപ്പോൾ അങ്ങനെ വന്ന് പല പല കഥകളും ഞങ്ങൾ തന്നെ മടുത്തത്. ഇനിയിപ്പം ഇങ്ങനെ ഇത് വെറുതെ ഇങ്ങനെ സമയം പോകുന്നു. അപ്പോൾ അവസാനം സാബ് എന്നോട് ഇങ്ങനെ ഒരു ചെറിയ ത്രെഡ് പറഞ്ഞൊരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധവും, അതായത് 6 ആൾക്കാരുടെ ശക്തിയും 6 വയസ്സുകാരൻ്റെ ബുദ്ധിയുമുള്ള ഒരു കഥാപാത്രം, അയാളെ കൊണ്ട് അമ്മ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു പോകുന്നത് ഇത് ലാസ്റ്റ്
ചാൻസാണ്. ഇതും നോണെന്ന് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ആ ഏരിയയിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ സാബും കൂടെ പോകുന്നത്. പോയി കഥ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, ഈ കഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇത്രയും നാളായിട്ട് ഓടിച്ചത്. കാര്യം നിങ്ങൾ പറഞ്ഞ കഥകളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ള സിനിമയാണ്. വിജയ് തമ്പിയെ പോലൊരു ഡയറക്ടർ എൻ്റെ സിനിമ ആദ്യമായിട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായൊരു കഥാപാത്രം എനിക്ക് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾ മറ്റേതാലേക്കും അതാലേക്കും ഇതാലേക്കും എന്നൊക്കെ പറഞ്ഞത്. ഇത് കറക്റ്റാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോഴും എല്ലാവർക്കും ഒരു കാരണം മമ്മൂക്കയെ പോലൊരാളിനെ ഇത്രയും ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഗ്ലാമറുള്ള അന്നും ഇന്നും പിന്നെ വല്ല പുരുഷത്വമുള്ളൊരു നായകനെ എങ്ങനെ പുട്ടുറുമീസിനെ പോലെ ഒരു ആളാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ മമ്മൂക്ക ഒരുപാട് സഹകരിച്ചു. അതിൻ്റെ പല്ലൊക്കെ വെച്ച് അദ്ദേഹം തന്നെയൊക്കെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഇത് ഷൂട്ടിങ് ഊട്ടിയിലായിരുന്നു, കൂന്നൂരായിരുന്നു. ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടറെ കൊണ്ട് അന്നൊന്നും ഇതൊന്നും അത്ര പരിചയമല്ല. ഇപ്പം പക്ഷേ ഒരുപാട് പല പരീക്ഷണങ്ങളും മേക്കപ്പിൽ നടക്കുന്നുണ്ട്. അന്ന് അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ആ പല്ലൊക്കെ വെച്ചു, പിന്നെ പ്രത്യേക വിഗൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ വന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതെല്ലാം കൂടെ വെച്ച് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയാണെന്ന് പോലും മനസ്സിലാവില്ല. ഈ പുട്ടുറുമീസിന്റെ മാനറിസംസും അതിനനുസരിച്ച് ഇപ്പോൾ ലുക്ക്, വേഷം, പല്ല്, മുടി മാത്രമല്ല മാനറിസംസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതൊക്കെ മമ്മൂക്കയുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? അതൊക്കെ പ്ലാനിലുള്ളതാണോ? അല്ലെങ്കിൽ അല്ല, അതൊക്കെ നമുക്ക് അതായത് സ്ക്രിപ്റ്റിൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക അതിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്ട്രെയിൻ എടുത്തു. കാരണം ഈ ശബ്ദം മാറ്റിയാലും ശരി, മൂവ്മെൻറ്റ്സിലും എല്ലാത്തിലും ഒരു വ്യത്യസ്തമാക്കി അദ്ദേഹം അതിനെ മാറ്റി. എനിക്ക് തോന്നുന്നു മമ്മൂക്കയെ സംബന്ധിച്ചോളം മമ്മൂക്കയുടെ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ നമുക്ക് ചെയ്യുന്ന ആദ്യ സിനിമ സൂര്യമാനസമാണ്. പിന്നെ പല പന്തന്മാട അങ്ങനെ പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ വന്നത് മേക്കപ്പിലും എല്ലാം മാറ്റിയിട്ട് വന്നത് സൂര്യമാനസമാണ്. ഇപ്പം നമ്മുടെ ബാഹുബലിയുടെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ഇപ്പം ഓസ്കാർ നേതാവായ കീരവാണി അദ്ദേഹമാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തത്. അതും നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. കീരവാണി അന്ന് ഇത്രത്തോളം അറിയപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല. അന്ന് എനിക്ക് തോന്നുന്നു സിനിമയിൽ എഴുതി കാണിക്കുന്ന മരകതമണി എന്നാണ്. അത് MM കീരവാണി എന്നാണ് പുള്ളിയുടെ ഫുൾ നെയിം. മരകതമണി കീരവാണി, അതാണ് MM കീരവാണി. അത് ഹിന്ദിയിൽ വരുമ്പോൾ MM ക്രീം എന്നാണ്. ഓരോ ഭാഷയിലും ആ സമയത്ത് ഓരോ പേരിലായിരുന്നു അല്ലേ? കീരവാണി എന്നുള്ളത് തെലുങ്കിൽ മാത്രമേ ഉള്ളൂ, തമിഴിൽ മരകതമണി എന്നാണ്. അപ്പോൾ അന്ന് മരകതമണി എന്നാണ് അന്ന്. അങ്ങനെ അദ്ദേഹത്തെ പറ്റി പറയുന്നത് മമ്മൂട്ടിയാണ്. AVM ഒരു സ്റ്റുഡിയോയിലായിരുന്നു അദ്ദേഹം. അവിടെ പോയി സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു. ഞാനും ഉണ്ടായിരുന്നു, കൈതപ്പുറമാണ് എൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത്, പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി കഥ പറഞ്ഞു. കഥ കേട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഒരാഴ്ച സമയം വേണം. അപ്പോൾ നമുക്ക് അതൊരു അത്ഭുതമായിരുന്നു. കാരണം മിക്കവാറും നമ്മളെല്ലാ മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുമ്പോൾ കഥ കേട്ട് ശരി നാളെ തൊട്ട് നമുക്ക് കമ്പോസിനിങ് ഇരിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ട്യൂണിട്ട് അത് മാറ്റി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ നമുക്കിരിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞ ദിവസം അവിടെ ചെന്നപ്പം 3 പാട്ടുകളാണ് സിനിമയിലുണ്ടായിരുന്നത്. 2 പാട്ടേ സിനിമയിലുള്ളൂ, ഒരു പാട്ട് നമ്മൾ ചിത്രീകരിച്ചില്ല. 3 പാട്ടുകളുടെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തരളിത രാവിൽ എന്ന് പറഞ്ഞ ആ ഒരു മെലഡിയുടെ സിറ്റുവേഷനാണ് ആദ്യം. അപ്പോൾ അദ്ദേഹം ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് 23 ട്യൂണുകളാണ് ആ പാട്ടിന് വേണ്ടി അദ്ദേഹം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ 23 ട്യൂണുകൾ ഓരോന്നായിട്ട് വന്നിട്ട് പല്ലവി മാത്രം അദ്ദേഹം കേൾപ്പിച്ചു. അവസാനം ഞാനും കൈതപ്പുറവും കൂടി ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുമാതിരി പ്രാന്താവുന്ന അവസ്ഥയായി. കാര്യം ഇതിൽ ഏതെടുക്കും, ഒന്ന് കേട്ട് കഴിയുമ്പോൾ അടുത്ത മറക്കും, ഒന്നിനൊന്ന് മിച്ചമാണ്. കൺഫ്യൂഷനായിട്ടപ്പോൾ ഞങ്ങൾ കിരവാണിയോട് തന്നെ പറഞ്ഞു, സാർ നിങ്ങൾ ഒരു പണ്ണുങ്ക നിങ്ങൾക്ക് പിടിച്ച 5 ട്യൂണിന്ന് ചൊല്ലുങ്ക, അല്ലാതെ 23 കണ്ടുപിടിക്കാൻ പറ്റില്ല. പുള്ളി ചിരിച്ചിട്ട് അതിൽ നിന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടൊരു 5 ട്യൂൺ, അതിലൊരു ട്യൂണാണ് സൂര്യമാനസത്തിലെ തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം എന്നുള്ള. അപ്പോൾ ട്യൂണ കിട്ടി. ആ പല്ലവി മാത്രം ടേപ്പ് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് ഞങ്ങളവിടെ പാംഗ്രോ എന്ന ഹോട്ടലാണ് താമസിച്ചിരുന്നത്. കൈതപ്പുറം തിരുമേനി എന്നെ വിളിക്കുന്നു, തമ്പി റൂമിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഞാൻ എൻ്റെ പല്ലവി ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പാടി കേൾപ്പിച്ചു, ഗംഭീരമായിരിക്കുന്നു. ഞാൻ പറഞ്ഞ് അസലായിട്ടുണ്ട്, മാത്രമല്ല ഇതിന് വേറൊരു ഗുണം കൂടെ കിട്ടിയെന്ന്. എന്താ ഈ പടത്തിൻ്റെ ടൈറ്റിലായെന്ന് പറഞ്ഞു. അതുവരെ ടൈറ്റിൽ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. പലതും പുട്ടുറുമീസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പുട്ടുറുമീസ് ആ സിനിമയ്ക്ക് ചേരുന്ന ടൈറ്റിലാണെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ എന്ത് ടൈറ്റിൽ ഇടണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോഴാണ് പുള്ളി എഴുതിക്കൊണ്ടുവന്ന വരികളിലുള്ളതാണ് തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ അലഞ്ഞുവോ മേഘനൊമ്പരം എന്നുള്ള. അങ്ങനെയാണ് സൂര്യമാനസം എന്നുള്ള ടൈറ്റിൽ അപ്പോഴാണ് ഫിക്സ് ചെയ്യുന്നത്. പുട്ടുറുമീസിൻ്റെ അകത്ത് അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ് പുട്ടുറുമീസിൻ്റെ അമ്മ ഷൗക്കാർ ജാനകി ചെയ്തത്. സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും കത്തി നിന്ന ഒരു അമ്മയാണ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ആ സമയത്ത് പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ അമ്മമാർ മലയാളത്തിലുണ്ട്. അതായത് നമ്മുടെ കവിയൂർ പൊന്നമ്മ, KPS ലളിത, സുകുമാരിയമ്മ, അല്ലെങ്കിൽ മീന,
അവരൊക്കെ ഉണ്ട്. അതല്ലാതെ ഷൗക്കാർ ജാനകിയിലേക്ക് എങ്ങനെ എത്തി? അതിനൊരു പുതുമ വേണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഷൗക്കാർ ജാനകിയുടെ കാര്യം ആലോചിച്ചത്. അപ്പോൾ അവർ പണ്ടെങ്ങാണ്ടൊരു മലയാള സിനിമ അഭിനയിച്ചിട്ടുണ്ട്, നായികയായിരുന്ന സമയത്ത്, സ്കൂൾ മാസ്റ്റർ എന്നങ്ങണ്ട് പറഞ്ഞിട്ട്, ശിവാജി ഗണേശൻ്റെ കൂടെ. അത് ശിവാജി ഗണേശൻ, അത് എനിക്ക് സൗത്ത് ഇന്ത്യയിലെ എല്ലാ നായകന്മാരുടെയും നായികയായിട്ട് അഭിനയിച്ച ആളാണ്. MGR-ൻ്റെ കൂടെ ആയാലും ശിവാജി ഗണേശൻ്റെ കൂടെ ആയാലും ശരി, അതുപോലെ നാഗേശ്വര റാവു, രാമറാവു എന്നൊക്കെ പറഞ്ഞ് തെലുങ്ക്, കന്നഡ, രാജ്കുമാർ, ഹിന്ദിയിൽ വരെ നായികയായിട്ട് അഭിനയിച്ചിട്ട വ്യക്തിയാണ് അവർ. അപ്പോൾ അവർ സിനിമയൊക്കെ വിട്ട് മാറി നിൽക്കുകയാണ്. അവർക്കൊരു ചെറിയ ഹോട്ടൽ ബിസിനസ്സും അങ്ങനെ കുറേ അവർക്കൊരു ഇൻഡസ്ട്രിയൽ ബിസിനസ്സൊക്കെ ഉണ്ട്. അവരങ്ങനെ പ്രത്യേക ഒരു ലെവലിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവരോട് ആരോ പോയി പറഞ്ഞില്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ സിനിമ നിർത്തി. ഇപ്പോൾ കൊച്ചുമോൾ അഭിനയിക്കുന്നുണ്ട്, വൈഷ്ണവി, ഞാൻ അഭിനയിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കഥയൊന്ന് കേൾക്കണം. അവർ അഭിനയിക്കുന്നില്ല സെക്കൻഡറി, കഥ കേട്ടിട്ട് അഭിനയിക്കുന്നില്ലേ വേണ്ട, കഥ കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു ആ കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ടാണ് ഞാനും എനിക്ക് തോന്നുന്നു സാബ് ജോണും കൂടെയാണ് പോയിട്ട് ഈ കഥ പറയുന്നത്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവർ കണ്ണൊക്കെ നിറഞ്ഞു. അവർ പറഞ്ഞു ഇത് ഞാൻ ചെയ്യും, ചിലപ്പോൾ ഈ ഒരു പടയെ ചെയ്യത്തുള്ളൂ, ഇനി അടുത്ത പടം ഞാൻ ചെയ്യുമെന്നറിയില്ല, പക്ഷേ ഇത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചവർ വന്നു. നല്ല ഇത്രയും ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള, കാരണം ഇവരെപ്പോലെ ഇത്രയും ഒരു വലിയ സ്റ്റാർഡത്തിലൊക്കെ നിന്ന് അവരെന്തുമാത്രം ഒരു വളരെ ഡൗൺ ടു എർത്താണെന്നുള്ള എനിക്ക് അവിടെ വെച്ചാൽ മനസ്സിലായത്. അതുപോലെ മാത്രമല്ല അവരെ സമയത്തുള്ള ഈ പ്രോംപ്റ്റ് ചെയ്യുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. കാരണം പഴയ ആൾക്കാർക്ക്, ഇപ്പോൾ ശിവാജി ഗണേശനും അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും പ്രോംപ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അവർ കാണാതെ പഠിച്ചേ പറയും. അപ്പോൾ ഇവർക്ക് ഭാഷ അറിഞ്ഞിടാത്തതുകൊണ്ട് പിറ്റേ ദിവസം എടുക്കാമെന്ന സീൻ നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, ഒരു ആ രീതിയിൽ വായിച്ചു കൊടുക്കണം, ആർട്ടിസ്റ്റ് പറയേണ്ട രീതിയിൽ. അപ്പോൾ ഇതവർ ടേപ്പ് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് രാത്രി മുഴുക്കി എഴുതുന്നത് കാണാതെ പഠിക്കും. പിറ്റേ ദിവസം ചെല്ലും. പക്ഷെ നമുക്ക് ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അതിനകത്ത് ഡയലോഗ് മാറ്റാൻ പറ്റില്ല, മാറ്റിയാൽ കഴിയും. മറ്റേ പിടക്കോഴികൂന്ന നൂറ്റാണ്ടിൽ വരുമ്പോഴാണ് നമ്മൾ ജഗതി ശ്രീകുമാറിനെ പെൺവേഷത്തിലും കണ്ടു, കൽപ്പനയെ ആൺവേഷത്തിലും കണ്ടു ഒക്കെ ക്യാരക്ടേഴ്സൊക്കെ വന്നു. മേക്ക് ഓവർ ഒരു വീക്ക്നെസ് ആണോ? അതായത് മറ്റേ പുരുഷ വിദ്വേഷികളായ കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് വന്ന് കയറുന്ന ഒരു കഥാപാത്രം, അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ സംഭവം. അതിൽ പെൺവേഷത്തിൽ വരുന്നതാണ്. പിന്നെ കൽപ്പനയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രസമായിരുന്നു. കാരണം കൽപ്പനയുടെ കൂടെ ഇരട്ടയായിട്ട് ജനിച്ച ഒരു സഹോദരൻ എന്ന് പറയുമ്പോൾ ആരെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളുണ്ട്. അപ്പം ഞാൻ കൽപ്പനയോട് പറഞ്ഞത് എന്ത് ചെയ്യും കൽപ്പന, ഞാൻ കൽപ്പനയ്ക്ക് പറ്റുമെന്ന് ചോദിച്ചു. ആൺവേഷം കേട്ടോ, അയ്യോ എന്നെ വേണിച്ചേട്ടാന്ന് വിളിക്കണം, ഞങ്ങൾ വളരെ ചെറുപ്പത്തിലേ അറിയാമെന്നുള്ളതാണ്. അയ്യോ വേണിച്ചേട്ടാ ഞാൻ അത് പറ്റില്ല, കൽപ്പന തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൽപ്പനയെ നമ്മൾ ആൺവേഷത്തിൽ ഇറക്കിയത്. ഇപ്പോൾ നമ്മൾ ഉള്ളൊഴുക്ക് ഇറങ്ങി നിൽക്കുന്ന സമയം നമ്മൾ ഒരുപാട് ഉർവശിയെ പറ്റി സംസാരിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഏറ്റവും വലിയ സൂപ്പർ ആക്ടർ എന്നുള്ള രീതിയിലാണ് കുറേ പേർക്കൊക്കെ അറിയുന്നത്. പക്ഷേ ഉർവശി ഈ സിനിമയുടെ പ്രൊഡ്യൂസറും ആയിരുന്നു, കഥ എഴുതിയ ആളാണ്. അപ്പോൾ ആ ഒരു കഥ എങ്ങനെ വിജി തമ്പിയിലേക്ക് എത്തി? അതിന് മുമ്പുള്ള ഒരുപാട് സിനിമകളിൽ ഉർവശി, എൻ്റെ എല്ലാ സിനിമകളിലും ഉർവശിയാണ് അഭിനയിച്ചിട്ടുണ്ട്, നായികയായിട്ട് മിക്കവാറും എല്ലാ സിനിമകളിലും. അങ്ങനെ ഒരിക്കൽ ഉർവശി എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു കഥ ഇങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, കൊള്ളാൻ തോന്നുന്നു, ഒന്ന് മദ്രാസിൽ വരാമോ, കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ശശിധരൻ നാരായണയും കൂടെ നേരെ മദ്രാസിൽ പോയി ഉർവശിയുടെ വീട്ടിലിരുന്നിട്ടാണ് ഉർവശി കഥ പറയുന്നത്. 4 പുരുഷ വിദ്വേഷികളായ സ്ത്രീകളുടെ കാര്യവും. അപ്പോൾ അത് രസമായിട്ട് തോന്നി. കാരണം അത് പ്രത്യേകിച്ച് അത് ഉർവശി തന്നെ എഴുതുന്നതായതുകൊണ്ട് അങ്ങനെയാണ് ആ കഥ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഉർവശിയുടെ കഥയും ശശിധരൻ നാരായണ വഴി തിരക്കഥ എഴുതി, അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു റെസ്ട്രിക്ഷൻ ഉള്ള കാര്യമാണ്. വേറെ സിനിമാറ്റോഗ്രാഫർക്ക് അല്ലാതെ ആർക്കും എന്താണ് കറക്റ്റ് ഷോട്ട് എന്നുള്ളത് കാണാൻ പറ്റില്ല. മൾട്ടിപ്പിൾ ഷോട്ട്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ എല്ലാ ഷോട്ടും വെച്ചിട്ട് ഡയറക്ടർ പോയി ഷോട്ടൊക്കെ നോക്കി അങ്ങനെയൊക്കെ ആയിരുന്നു ഫിലിമിങ്. പണ്ട് കാലത്ത് ആദ്യം ഉണ്ടായിരുന്നത് മിച്ചൽ ക്യാമറയാണ്. മിച്ചൽ ക്യാമറയിൽ വേറൊരു രീതിയായിരുന്നു. അന്ന് സൗണ്ടും കൂടെ റെക്കോർഡ് ചെയ്യുന്നതായിരുന്നു, ലൈവ് സൗണ്ടായിരുന്നു അന്ന് ഈ സ്റ്റുഡിയോ ഫ്ലോറുകൾക്കുള്ളിൽ. പണ്ട് മിച്ചൽ ക്യാമറ സൈലൻറ്റ് ക്യാമറയായിരുന്നു. പിന്നെ ആരി വന്നപ്പോഴത്തേക്ക് ആരി ശബ്ദമുള്ളതായിരുന്നു. ഫസ്റ്റ് ആരി 2C എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ എനിക്ക് അന്നും ഇന്നൊക്കത്തിൽ തടിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒരു ലോ ആംഗിളിലൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിം പോലും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അതിൻ്റെ വ്യൂ ഫൈൻഡറി കൂടെ നോക്കണമെങ്കിൽ നമ്മൾ പിന്നെ മണ്ണ് കുഴിച്ച് അതിന് കിടന്ന് നോക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആരി 3 വന്നപ്പോഴത്തേക്കും ഈ വ്യൂ ഫൈൻഡർ അതായി മൂവളായി. അപ്പോൾ നമുക്ക് തിരിച്ച് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ആരി 3 വന്നു. അപ്പം അതിനു മുമ്പ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ക്യാമറമാൻ മാത്രമാണ് ഫ്രെയിം കാണുന്നത്. ക്യാമറമാൻ കാണുന്നു എന്ന് പറഞ്ഞാലും ക്യാമറമാൻ കാണുന്നത് ആ വ്യൂ ഫൈൻഡറിൽ കാണുന്നത് ഒരു തീപ്പെട്ടിയുടെ അത്ര വലുപ്പത്തിലാണ് നമ്മൾ ഇത്രയും വലിയ സ്ക്രീനിൽ കാണുന്ന ആ വിഷ്വൽ അയാൾ കാണുന്നത്. അപ്പോൾ അയാളുടെ ഒരു ജഡ്ജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഷോട്ട് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക ക്യാമറമാനോടാണ് ഓക്കെ ആണോ എന്ന്. ക്യാമറമാൻ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ആ ടേക്ക് ഓക്കെ ആവുന്നുള്ളൂ. ഇപ്പം അല്ലാതെ നമുക്ക് ഡയലോഗ് തെറ്റി
അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതി പെർഫോമൻസ് വന്നില്ല, അപ്പോൾ ഡയറക്ടർ തന്നെ കട്ട് പറയും. അല്ലെങ്കിൽ ഡയറക്ടർ പറയില്ല, നോ മോർ, വൺ മോർ എന്ന് പറയും, വൺ മോർ ടേക്ക് എന്ന് പറയും. അപ്പോൾ ആ പ്രശ്നമില്ല. പക്ഷെ ഡയറക്ടർക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡ് ഓക്കെ ആയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ക്യാമറമാനോടാണ്. അപ്പോൾ മോണിറ്റർ സിസ്റ്റം വന്നാൽ പിന്നെ ക്യാമറമാനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്ടർക്ക് എൻ്റെ ഇരുന്ന് കാണാം. പക്ഷേ അവിടെയൊക്കെ വന്നപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു നടീനടന്മാരും ഡയറക്ടറുമായിട്ടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ ക്യാമറ വയ്ക്കുമ്പോൾ ക്യാമറയുടെ തൊട്ട് മുമ്പ് ഇടതുവശത്ത് ക്യാമറമാനും വലതുവശത്താണ് ഡയറക്ടർ നിൽക്കാറുള്ളത്. അപ്പം നമ്മുടെ മുന്നിൽ നിന്നാണ് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പെർഫോമൻസ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റ് പല സിനിമകളും ഞാൻ ചെയ്തപ്പോൾ ഈ മോണിറ്ററൊക്കെ വന്നതിന് ശേഷം നമുക്ക് എവിടെയോ കൊണ്ടുവച്ചിട്ട് വെളിച്ചം വീഴാത്ത സ്ഥലത്ത് മോണിറ്റർ വെച്ചിട്ട് കുറേ കറുത്ത തുണിയിട്ട് മൂടി ഒരുപാട് കൂടാരത്തിനകത്ത് ഇരുത്തിയിട്ട് ഇവിടുന്ന് നമ്മൾ മൈക്രോഫോണിലൂടെ സ്റ്റാർട്ടും കട്ടും പറയുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഈ ആർട്ടിസ്റ്റും ഡയറക്ടറുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വന്നു. പിന്നെ അത് വന്ന് ഡിജിറ്റൽ വന്നു. ഇപ്പോൾ അങ്ങനെ പല പല കാലഘട്ടം മാറി, അതിനനുസരിച്ചുള്ള സിനിമയുടെ രീതിയും മാറിയിട്ടുണ്ട്. വിജയ് തമ്പി സിനിമകൾ നമ്മൾ ഒരുപാട് ഓർത്തിരിക്കുന്ന ചില സീൻസ് പറയാം. ആ സീനിനെ പറ്റിയുള്ള ഒരു മെമ്മറി എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരണം. ഓക്കെ, കുടുംബ കോടതിയിൽ കൽപ്പനയുടെ ഗുണ്ടൂര് പാർവതി എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു സീൻ. അപ്പോൾ അതിൽ വന്നപ്പോഴത്തേക്കും സാധാരണ മലയാളത്തിൽ വന്നിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു പഞ്ച് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് അറിഞ്ഞില്ലാത്തൊരു ഭാഷ, തമിഴാണെങ്കിൽ തന്നെയും കുറേ ആൾക്കാർക്ക് അറിയാം, മനസ്സിലാവും. അതുകൊണ്ടാണ് തെലുങ്ക് എടുത്തത്. തെലുങ്കിലൊരു പാട്ട് ചെയ്യിച്ചു. അപ്പോൾ തെലുങ്ക് കൽപ്പനയ്ക്ക് അത്യാവശ്യം കുറച്ച് തെലുങ്ക് അറിയാം. തെലുങ്കിൽ ഒന്നിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കൽപ്പന. പക്ഷേ എന്ന് വെച്ചാൽ കൽപ്പനയ്ക്ക് തെലുങ്ക് പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ തെലുങ്കിൽ ഒരാളെ കൊണ്ട് നമ്മൾ അതിനെ കൊണ്ട് സീൻസ് എഴുതിച്ചു. കൽപ്പന നന്നായിട്ട് പെർഫോം ചെയ്തു. പിടക്കോഴികൂന്ന നൂറ്റാണ്ടിൽ ജഗതി കുഞ്ഞാവയായിട്ടുള്ള ഇക്രുവായിട്ടുള്ള സീൻസ്. അവിടെ വന്നു കഴിഞ്ഞ് ലളിത ചേച്ചി ഒലക്കൊണ്ട് തലക്കടിക്കുന്നതോടെയാണ് പുള്ളി ബോധം കിടുന്നത്. അപ്പോൾ അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ട് ചെറുപ്പത്തിലേക്ക് വരും, കൊച്ചായിപ്പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പുള്ളി ഇക്രു മുള്ളാൻ വിട്ടുന്ന ഭക്ഷണം കഴിക്കാനോ കാര്യം. അതൊക്കെ തമാശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഭവങ്ങളാണ് അതെല്ലാം. ഈ മറ്റേ എന്റെ മനസ്സിലെപ്പോഴുള്ള സീൻ മറ്റേ പൊന്നിൻ കട്ടയാണ് ആ പാട്ടൊക്കെ മുമ്പുള്ളതാണ്. പ്ലാൻ ചെയ്തതാണ്. അതൊക്കെ അമ്പിളിച്ചേട്ടൻ്റെ ഐഡിയ തന്നെയാണ്. ആണല്ലേ. നാറാണത്ത് തമ്പുരാനില് ജയറാമിന്റെ സ്ത്രീ വേഷം പട്ടുസാരിയെ കൊടുത്തു വരുന്ന അല്ല, അത് പിന്നെ ജയറാമിന്റെ ക്യാരക്ടർ ഒരു ഇതുള്ള ക്യാരക്ടറാണല്ലോ, ബുദ്ധി ഉറക്കാത്തൊരു ക്യാരക്ടർ. അതിനൊരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി തമാശയ്ക്ക് വേണ്ടി ചെയ്ത സംഭവം അത്. ഇനി സൂര്യമാനസത്തില് രഘുവരനും മമ്മൂക്കയും കൂടിയുള്ള ഒരു കോംബോ. അപ്പൊ രഘുവരൻ മലയാളിയാണല്ലോ ബേസിക്കലി. അപ്പോൾ രഘുവരൻ ഇങ്ങനെ ഒരു കഥാപാത്രം പറഞ്ഞപ്പോൾ പുള്ളിക്ക് അത് വലിയ ഇഷ്ടപ്പെടി. അതിന് മുമ്പ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ രഘുവരന് ഹീറോ ആക്കിയൊരു സിനിമ ചെയ്യാൻ ഞങ്ങൾ ആലോചിച്ചിരുന്നു. അത് നടന്നില്ല ആ പടം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് രഘുവരൻ സിനിമയിൽ മലയാളത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിൽ വില്ലനായിട്ടാണ് രഘുവരൻ അഭിനയിച്ചു. പിന്നെ ഒരു സിനിമയിലും കൂടെ അഭിനയിച്ചിട്ടുണ്ട് രഘുവരൻ്റെ കൂടെ. അതേപോലെ നമ്മൾ തമ്മിൽ അതിലേക്കൊക്കെ വരുമ്പോഴേക്കും പൃഥ്വിരാജിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിനെയൊക്കെ ചെറുപ്പം മുതലേ അറിയുന്നതാണോ? സുകുമാരൻ്റെ ഒപ്പം മുതലുള്ള സമയമായതുകൊണ്ട്. ഈ വഴി മാത്രം സിനിമയുടെ ഡബ്ബിങ്ങിന് വേണ്ടി സുഖമായിട്ടത് പറയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ആദ്യം എനിക്ക് റോസ് പായസം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നല്ല അടുപ്പ് തമ്പി പായസം കൂടി പായസം. ഞാൻ എന്തൊരു ചോട്ടാ, എന്താ പ്രത്യേകത? ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ 28 കെട്ടാണെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് വന്നപ്പോൾ മലിയ ചേച്ചി കൊച്ചിൻ്റെ അടുത്ത് നിന്ന് സുഖമായിട്ടും കൈ വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് തന്നു കൊച്ചിനെ. അപ്പം പൃഥ്വിരാജ് പേരിട്ട അന്നാണ്, 28 അന്നാണ് പേരിടുന്നത്. പേരിട്ട ദിവസമാണ് പൃഥ്വിരാജിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പൃഥ്വിരാജിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അതും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നത്. റിലീസ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി പോയി പല പ്രശ്നങ്ങൾ കാരണം. നന്ദനം കഴിഞ്ഞ് പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമയാണ് നമ്മൾ തമ്മിൽ. ഈ ഇത്രയും സിനിമകൾ അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-11 വർഷത്തിന് മുകളിലായിട്ട് സിനിമകളൊന്നും ചെയ്യുന്നില്ല. എന്ത് പറ്റി? അല്ല, എനിക്ക് അങ്ങനൊരു ഗ്യാപ്പ് വന്നതാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു വലിയ സിനിമ ചെയ്യാനുള്ള എൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളും നടക്കുന്നു. അത് മിക്കവാറും ഉടനെ 2026 നടക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ കോവിഡൊക്കെ വന്നപ്പോൾ മുന്നേ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടു. പിന്നെ കുറേ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ ഇപ്പം ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നു. മിക്കവാറും ഈ വർഷം തന്നെ എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും. റിലീസ് അടുത്ത വർഷമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു കുറച്ചൊരു വലിയൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പേര് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നൊരു സിനിമ. ഞാനൊരു പോസ്റ്റർ കണ്ടിരുന്നു, ജയശ്രീറാം എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്ട് ചെയ്യുന്നു വിജയ് തമ്പി എന്നൊക്കെ പറഞ്ഞു. അതുള്ളതാണ്. അതുണ്ട്. അത് തന്നെയാണോ ഇത്? അത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ആ പേര് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതങ്ങനെ ആദ്യം വെച്ചെന്നുള്ള മിക്കവാറും അത് തന്നെയായിരിക്കും പേര്. അപ്പോൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ. ഓക്കെ.